നമസ്കാരം, ഇത് ഫിലിമി ബീറ്റ് മലയാളം. ഷാജി കൈലാസിന്റെ അടുത്ത സിനിമയിൽ നായകൻ മോഹൻലാൽ തന്നെ. തിരക്കഥ എഴുതുന്നത് രഞ്ജി പണിക്കരും. 8 സിനിമകളിലാണ് മോഹൻലാൽ ഷാജി കൈലാസ് ടീമിൻ്റെതായി ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. 1997 രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന 6-ാം തമ്പുരാൻ മുതൽ 2009 പുറത്തിറങ്ങിയ AK സാജൻ തിരക്കഥയിൽ റെഡ് ചില്ലീസ് വരെ. അതിനിടെ നരസിംഹവും ബാബ കല്യാണിയും ഒക്കെ വന്നു. 2013 ജയറാമിന്റെ നായകനാക്കി സംവിധാനം ചെയ്ത ജിഞ്ചറിന് ശേഷം മലയാളത്തിന്റെ സ്ക്രീനിൽ ഷാജി കൈലാസിന്റെ സാന്നിധ്യമില്ല. 2001 പുറത്തിറങ്ങിയ ജോഷിയുടെ മോഹൻലാൽ ചിത്രം പ്രജയുടെ രചന രഞ്ജി പണിക്കരുടേതായിരുന്നു. പക്ഷേ ഷാജി കൈലാസ് മോഹൻലാൽ രഞ്ജി ടീം ആദ്യമായാണ് ഒന്നിക്കുന്നത്. പുതിയ ചിത്രം ഒരു ആക്ഷൻ ത്രില്ലർ ആയിരിക്കും. സാമൂഹിക വിഷയങ്ങളൊക്കെ കടന്നു വരുന്നതാണെങ്കിലും ചിത്രത്തിന്റെ പ്രമേയം രാഷ്ട്രീയത്തിൽ ഊന്നലുള്ള ഒന്നായിരിക്കില്ല. തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ത്രില്ലാണ് സംവിധായകന്റെ വാഗ്ദാനം. വിദേശ ലൊക്കേഷനുകളിലും ചിത്രീകരണമുണ്ട്. മോഹൻലാലിന് വേണ്ടി ഒരു ചിത്രമേ മുൻപ് എഴുതിയിട്ടുള്ളൂവെങ്കിലും ഷാജി കൈലാസിനു വേണ്ടി പല സിനിമകളിൽ സഹകരിച്ചിട്ടുണ്ട് രഞ്ജി പണിക്കർ. രഞ്ജി പണിക്കറുടെ തിരക്കഥയിൽ ആദ്യമായി പുറത്തിറങ്ങിയ ഡോക്ടർ പശുപതിയുടെ സംവിധായകൻ ഷാജി കൈലാസ് ആയിരുന്നു. പിന്നീട് തലസ്ഥാനം, സ്ഥലത്തെ പ്രധാന പയ്യൻസ്, ഏകലവ്യൻ, മാഫിയ, കമ്മീഷണർ, ദ കിങ് തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിൽ ഇവർ ഒരുമിച്ചു. അവയിൽ ഏറെയും അതാതു കാലത്തെ ബോക്സ് ഓഫീസ് ഹിറ്റുകളുമായിരുന്നു. തുടർ വിജയങ്ങളുമായി മോഹൻലാൽ കരിയറിൽ മികച്ചൊരു കാലത്ത് നിൽക്കുമ്പോൾ ഏറെ കാലത്തിനു ശേഷം തന്റെ ഫിലിമോഗ്രഫിയിൽ ഒരു ഹിറ്റ് എഴുതി ചേർക്കാനാവുമെന്ന വിശ്വാസത്തിലാണ് ഷാജി കൈലാസ്. കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിലിമി ബീറ്റ് മലയാളം.